ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പം ഇന്ന് നമ്മൾ ഇപ്പോൾ എന്നത്തെ പോലെ പ്രത്യേകിച്ച് പരിപാടിയില്ല, അങ്ങനെ നടക്കുക. അപ്പം ഞാനും കൊല്ലയും അപ്പം അങ്ങനെ ചെയ്യുക ഗൈസ്, വെറുതെ അങ്ങനെ നടക്കുക. അത് പടക്ക് എന്നും അങ്ങനെ ഉള്ളടാ, ഒരു പറയലെങ്കിലും മാറ്റം പിടിച്ചോടെ. എൻ്റെ ഒരു എന്താണ് വെറുതെ നടക്കല്, എൻ്റെ ഞാൻ ഇപ്പം ശരി തരാം. ഓ പിന്നെ ഈ വലിയ പരിപാടിയൊക്കെ ചെയ്യുന്ന ആളല്ലേ. അയ്യോ അയ്യോ, ഞാൻ മൂഞ്ചി പോയല്ലോ. മൂഞ്ചില്ലേ, മൂഞ്ചി പോയി. ഓഞ്ചു ഹായ്, നല്ല സുഖമുണ്ട് ഗൈസ്. നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് കിടന്ന് ഉരുക്കിയിട്ടുണ്ട് ഗൈസ്. ആഹാ പൊളി. അവിടെ കോച്ചയ്യോ വന്നിട്ട് അങ്ങോട്ട് ചെയ്തോട്, നല്ല സുഖമുണ്ട്. എന്തായാലും ഓന അടക്കട്ടെ, നമ്മൾ നല്ല കാല് ഉരുക്കി അടക്കുക. ഹായ്, പെട്ടെന്ന് മഴ പെയ്തു. പാടാണ്. അയ്യോ എടാ, ഷൂസിന് മൊത്തം നനവാണ്. ഈ ഏതാ മുണ്ടിട്ടില്ലേ? മുണ്ടിട്ടെന്തേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇനിയിപ്പോൾ ഷർട്ട് ഇതാ, പാൻറ് ഇതാ. ഓക്കെ അങ്ങനെ അപ്പോൾ നമ്മുടെ ഡ്രസ്സ് മാറ്റാനൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അതൊക്കെ അത്രയേ ഉള്ളൂ ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പോകാം. ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ. ഓ ഗോജയൊക്കെ നമ്മളൊപ്പം സൂപ്പർ ഫാസ്റ്റ് ഇവരുണ്ട്, ഇത് കേട്ടല്ല. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ നിൽക്കുക ഗൈസ്. ഇപ്പല്ലേ നമുക്കൊരാഗ്രഹം തോന്നണു. എന്താണ് ആഗ്രഹം? എന്താ പണി? എന്നൊക്കെ എന്താ പണി? എടാ ഗോജയം ഉണ്ടാ നിൽക്കണ്ട. അല്ല എന്താ പണി? സത്യം പറ. ആണോ, എന്താ പണി? എന്താ പണി? നീ സൗണ്ട് മാറ്റിയൊന്നും സംസാരിക്കാൻ, എൻ്റെ ഒറിജിനൽ സൗണ്ടിൽ സംസാരിക്കും. എന്താ പണി? എന്താ പണി? ഞാൻ ഈ സിറ്റി ഭരിക്കാൻ പോവാ, പ്രസിഡന്റ് ആവാൻ പോവാ. എടാ വേണ്ടാത്ത പണിക്ക് കണ്ട. എന്താണ് വേണ്ടത്? പണിക്കൊന്നും കണ്ടോ? ഞാൻ ആവോ, അതൊക്കെ അത്ര ഉള്ളൂ. അപ്പം നീയൊരു ഹിറ്റൊക്കെ വരും. അത് ശരിയാണല്ലോ. അപ്പം ഞാനും എന്നെ കൂട്ടുക. ഫ്രാങ്ക്ലിൻ്റെ ഫ്രണ്ട് ആണ്, അല്ല ജാക്കിൻ്റെ ഫ്രണ്ട് ഹിറ്റായി എന്നൊക്കെ വരും. ഫ്രാങ്ക്ലിൻ സാറിൻ്റെ. അപ്പം നമുക്കൊന്നങ്ങോട്ട് നമ്മളുടെ ഈ നേടങ്ങോട്ട് ഭരിച്ചാലോ. പിന്നെ അല്ലാതെ നമുക്ക് ബറിക്കാന്ന്, പിന്നെ എന്താ കാട്ടുക? ബറിക്കാന്നേ ഒക്കെ അത്ര ഉള്ളൂ. നമ്മൾ ഇതിനു മുമ്പ് അതൊക്കെ ഭരിച്ചിരുന്നു, പക്ഷെ കുഞ്ഞൊരു പ്രശ്നമായി പോയി. അപ്പം നമ്മളെ ഫ്രണ്ടില്ലേ സ്നാമൻ പറഞ്ഞ ഫ്രണ്ടുണ്ട് കേട്ടോ ഗൈസ്. ആ സ്നാമ പറഞ്ഞ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയാലേ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റാക്കാൻ പറ്റുള്ളൂ. സ്നാമനോട് പോയി, സ്നാമ എന്തോട്? നിനക്ക് ഓർമ്മയുണ്ടല്ലേ എന്നെ? പിന്നെ ഞാൻ മറക്കുവോ? അല്ല എന്താ വിളിച്ച്? അതൊരു കാര്യം, നീ വേഗം പുറത്തേക്ക് വാടാ ഗായ്സ്. അങ്ങനെ നമ്മുടെ സ്നാമൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇതാട്ടോ നമ്മുടെ സ്നാമൻ, നല്ല മുഴുത്ത കോഴിയാണ്. അങ്ങനെ ഒന്നും പറയില്ലട, കൂട്ടുകാരല്ലേ. മുഴുത്ത കോഴി കൂട്ടുകാരനാന്ന് പറഞ്ഞാൽ എനിക്ക് അമ്പവാനെങ്കിൽ പേരൊന്നും വേത്തന. അപ്പം ഞാൻ വന്ന കാര്യം പറഞ്ഞിട്ട് വഴക്കാക്കണ്ട. അല്ല കാര്യം എന്താ പറയടാ, അതനുസരിച്ചിട്ടല്ലേ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. നീ എന്നെ ഈ സിറ്റിത്തെ പ്രസിഡന്റ് ആക്കണം. ഇത് ആദ്യത്തെ ഇതൊന്നും ആകല്ലേ ഗോജോയ, അല്ലെങ്കിൽ നിന്റെ പണിയൊന്നോ. അയ്യോ വിട് ഈ ഗോജോന്റെ ഒടുക്കത്തെ ഇത്. എടാ നീ ഒരു സ്വഭാവം പ്രസിഡന്റ് ആക്കടാ. അങ്ങനെ ഗോജ പറഞ്ഞില്ലേ? ഓക്കെ, പക്ഷെ 2 മാസം കഴിഞ്ഞാൽ നീ തിരിച്ച് പ്രസിഡന്റിൽ നിന്ന് മാറണം. ഓക്കെ, ഞാൻ അതിൻ്റെ ആൾക്കാരെ വിളിക്കാം. ഹലോ, പ്രസിഡന്റ് ആക്കണം. ഞാൻ വിളിച്ച് പറഞ്ഞു. അങ്ങനെ നല്ല കുട്ടിയായിക്കോ. താങ്ക് യു. എടാ
എന്ത് വേണ്ട ഒരു കൊല്ലലും കൂടി അവിടെ ഞാനീ സിറ്റി പഠിക്കാൻ പോണു. എടോ അയ്യോ നമ്മളെന്തായാലും ഇപ്പൊ പ്രസിഡന്റ് ആയി ഗൈസ്. അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല നമ്മള് പ്രസിഡന്റ് ആയത്. നമുക്കെന്തായാലും നേരെ പോകാൻ ഗൈസ്. പോലീസുകാർ ഒരു കുന്ത ആൾക്കാർ പറഞ്ഞില്ല. എടോ നീ ഇവിടുത്തെ പ്രസിഡന്റ് ആവാൻ ചിന്തിക്കുന്ന ആളെ കൊന്നല്ലേ? കൊന്നു എന്തടാ? ഞാനാണ് ഇനി മുന്നിൽ പ്രസിഡന്റ്. ഞാൻ പക്ഷെ എതിരാടാ, ഞാനും എതിരാടാ. നിങ്ങൾ രണ്ടാളും എതിർപക്ഷികളൊക്കെ ചാവട്ടെ. പ്രസിഡന്റിന് എതിരാവാൻ നിങ്ങളൊക്കെ ആരടാ? അതൊക്കെ അത്രേ ഉള്ളൂ ഗൈസ്. നമ്മളെ ഓനെ തീർക്കുന്നുണ്ട്. നീ വാ ഗോജോയെ. അയ്യോ ഗൈസ് പണി പാലയം വെള്ളത്തിൽ കിട്ടി. നമ്മൾ രണ്ടാളും കൂടി അവനെ കൊല്ലാൻ നോക്കുന്നു. അങ്ങനെ ഫൈനലി ഗൈസ് അവനും ചത്തിട്ടുണ്ട്. എന്താ വടി പോലെ കിടക്കുന്നു. ഇവന്റെ ഒരു തെളിവും വേണ്ട. ഗോജോയെ മാറിക്ക്. ഓക്കെ സർ. നമ്മള് അങ്ങോട്ട് വണ്ടി അങ്ങോട്ട് കത്തിക്കാൻ പോവാ ഗൈസ്. നമ്മളങ്ങനെ വണ്ടി അങ്ങനെ കത്തിച്ചുവിട്ടിട്ടുണ്ട് ഗൈസ്. അത്രയുള്ളൂ. എടാ വേഗം വന്ന് വണ്ടി കയറടാ. ഓക്കെ എടാ. ഇപ്പൊ ആൾക്കാരൊക്കെ വരും. അതൊക്കെ അത്ര ഉള്ളു ഗൈസ്. ബോഡി ഗാർഡുകളൊക്കെ വന്നിട്ട് നമ്മള് പിന്നെ പ്രസിഡന്റ് പൊള്ളിയാവും ഗൈസ്. നമ്മള് പിന്നെ അതൊക്കെ അത്ര ഗൈസ്. ഒരു മിനിറ്റ് ഇടാ. നമ്മൾ സീനവിനി പറയണ്ട. നമ്മുടെ പൊള്ളി സാറേ വിളിക്കും, പ്രസിഡന്റ് എന്ന് വിളിക്കും. നമ്മൾ അങ്ങനെ വിളിച്ച് നമ്മളെ സീനാക്കും ഗൈസ്. സീനൊരു പിടിയില്ല. എന്താ ചെയ്യേണ്ടത്? നമ്മൾ വീണ്ടും രണ്ടാമത് പ്രസിഡന്റ് ആവാൻ പോവുക ഗൈസ്. നമ്മുടെ ഇനി ആ പിരിച്ചതൊക്കെ അറിഞ്ഞ പിന്നെ ഒന്നും പറയാല്ലേ. ഞാൻ ചത്തു അത്ര തന്നെ. അവൻ്റെ ഒരു ഇത് ഞാൻ ചത്തു അത്ര തന്നെ പറയാന് ഉള്ളു ഗൈസ്. നമ്മളിപ്പോൾ നമ്മുടെ വണ്ടി എടുത്ത് ചെയ്ത് നിങ്ങൾക്ക് ഈ സ്റ്റിയറിങ്ങോട് ഇഷ്ടമല്ലെങ്കിൽ എന്താ ഞാൻ മാറ്റാട്ടോ. പക്ഷേ ഈ സ്റ്റിയറിങ് ഓടിക്കണ എനിക്കിഷ്ടം. അപ്പോൾ ഒരു ഒറിജിനൽ എന്ന് തോന്നില്ലേ? അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ അത്രയേ ഉള്ളൂ ഗൈസ്. ഇവിടെ ഗോജയെ വാ. ഫിലിച്ചിന് നല്ല കൊടുക്കട്ടെ, ഒരു ചീത്ത അങ്ങോട്ട് പറയട്ടെ. അത്രേ ഉള്ളൂ. അവിടെ ഗൈസ് ഈ ഫലിച്ചിനെ കാണാനില്ലേ? ഇവനെ കൊണ്ട് ഗൈസ് തോറ്റു. ഫിലിച്ചേ എന്താടാ വിളിച്ച് കൂട്? എൻ്റെ ഒരു ഒലക്ക എന്താടാ? എന്ത് പ്രശ്നമുള്ളത്? ഇവല ആരെങ്കിലും ചത്താ? എൻ്റെ ഒരു ചാവല് ഉണക്കാണ്ടി ചാവല്. അയ്യോ സോറി, ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ എന്താ അറിയോ, ഞാൻ ഈ സിറ്റിത്തെ പ്രസിഡന്റ് ആവുമ്പോൾ തള്ളു പറയണ്ടേ. നീ സിറ്റിയിൽ ഒരിക്കലും പ്രസിഡന്റ് ആവൂല, എനിക്കറിയാം. എൻ്റെ ഒരു ഓണക്കാണ്ടി പ്രസിഡന്റ് ആവൂല. ഒറ്റ ഒന്നങ്ങോട്ട് വെച്ചെന്നാ നീ വീണ്ടും കോഴിയാവും. എടാ സത്യം പറ, സത്യം. നീ പ്രസിഡന്റ് ആവുമ്പോ ഞാൻ പ്രസിഡന്റ് ആവുമ്പോ അപ്പൊ പ്രസിഡന്റിന്റെ അണയനെന്നുള്ള ഒരു പേരിക്ക് വരില്ലോ. ഇതായി അവൻ്റെ ഒരു പ്രസിഡന്റിന്റെ അനിയൻ. ആരാണോ ഞാൻ പ്രസിഡന്റിന്റെ അനിയൻ? ആരാണോ ഞാൻ പ്രസിഡന്റിന്റെ അനിയന്ന്? പിടിച്ചോ. അയ്യോ എന്നെ വിട്. എന്ത് ഈ ചെയ്യനെ കൊണ്ട് ചേക്കൻ്റെ പോണ്ട്. എന്നാ പിടിച്ചോ. എന്ത് കഷ്ടം. ഞാൻ പിടങ്ങി കിടക്കാൻ പോവാ. എന്നിട്ട് ആൾക്കാരൊക്കെ വന്നിട്ട് കാണാം എൻ്റെ പിണങ്ങി കിടക്കല്. എന്ത് കഷ്ടല്ലേ ഗൈസ്. അപ്പൊ ആൾക്കാർ വണ്ടിയൊക്കെ സെറ്റായോന്നാവോ നോക്കാം. പെട്ടെന്ന് നമ്മളങ്ങനെ നീച്ചു. എന്തോ ഒരു സൗണ്ട് കേട്ടോ നീച്ച്. അല്ല ഇവിടെ എന്തോ ഒരു പോലീസ് കിട്ട്.
വെയിറ്റ് എ മിനിറ്റ്. എല്ലാ കാര്യവും റെഡിയായോ? നീ എന്തായാലും ഓ നിന്റെ പ്രസിഡന്റ് ആണല്ലോ. പ്രസിഡന്റ് കുട്ടാ, നിന്റെ പ്രസിഡന്റ് പോടെ ഞാൻ ഒന്നുകൂടി അങ്ങനെ പറയട്ടെ. ഓ സാറ് നീറ്റോ? സാറ് താങ്കളല്ലേ സാറ്? സാറ് പ്രസിഡന്റ് അല്ലേ? ഓ നമ്മൾ വന്നു. അല്ല ചേട്ടാ, നിങ്ങൾ എന്താ എനിക്ക് മറ്റേത് കൊളന്നിന്നോ? എന്ത് സാർ? ഞാൻ ഇപ്പം തന്നെ എന്നാ റെഡിയാക്കാം. അല്ല അതല്ല, എന്തായാലും എൻ്റെ പേര് ഞാൻ മറന്നു. എന്താ കുഴിമന്തി അച്ചാറാണോ? എന്താ ഫോട്ടോ ഫിലിച്ച എന്തായിരുന്നു? ഞാൻ മറന്നു. എൻ്റെ കാറ് കൊടുന്നോ? കാറോ? അത് ഞാൻ കൊടന്നിരുന്നല്ലോ. കൊടന്ന ഇതെന്താ? ഗൈസ് അടിപൊളി കേട്ടോ. ഇവിടെ എല്ലാ സ്ഥലത്തും ഒരു പോലീസാരെങ്കിലും ഉണ്ടാവും. ഇതാ മോളിലൊരു പോലീസ്. ഇതെന്താ എല്ലാ സ്ഥലത്തും പോലീസ്? നിങ്ങൾക്ക് ചെക്കിങ് വേണം. അവൻ്റെ അമ്മൂമ്മയുടെ ഒരു ചെക്കിങ്. സോറി സാർ, ഞാൻ ഗെയിമിംഗ് റൂമിൽ മാത്രം ആരും നിർത്തിയില്ല. അതിന് അതിൻ്റെ കുറവും കൂടി ഉള്ളു ഗൈസ്. രക്ഷപ്പെട്ടു. ഞാൻ എന്ത് കാട്ടാനല്ലേ? ചേടാ, ഇവന്മാർ ഗെയിമിംഗ് റൂമിൽ ആളെ നിർത്തിയോ? സോറിൻ്റെ പ്രൊട്ടക്ഷൻ, ഷാഡുവിൻ്റെ പ്രൊട്ടക്ഷൻ. ഒന്ന് പോടങ്ങട്. അപ്പം എനിക്ക് ശല്യമാവുകയാണല്ലോ ചെയ്ത്. എന്ത് കഷ്ടമാണ്. പ്രസിഡന്റ് ആയിപ്പോയില്ലേ? ഇതൊക്കെ സഹിക്കണം. താങ്കളാരാ? അയ്യോ സാർ വന്നോ? സാറ് ഞാൻ എവിടെ നിൽക്കണ്ട്? ഞാൻ എവിടെ വേണമെങ്കിലും നിൽക്കാം. ഞാൻ സാറിൻ്റെ അനിയൻ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. എന്നാൽ ഫിലിക്സ് പറഞ്ഞൊരു അനിയുണ്ട്. ആ ഒരു അനിയനെ ഭ്രാന്ത് മാറ്റി തരുമോ? ഭ്രാന്ത് മാറ്റാനുള്ള അസുഖം ഒരു വഴിയുണ്ട്. പുറത്ത് കൊട്ടിയാൽ മതി. എന്ത് പുറം കൊട്ടൽ? അതൊക്കെ ഉണ്ട്. പുറത്ത് കൊട്ടിയാൽ മതി. എന്ത് പുറം കൊട്ടലാണെന്നാവോ? സാറൊന്ന് മിണ്ടാതിരിക്കും സാറ്. സാറിൻ്റെ ശല്യം. ഞാൻ പ്രസിഡൻ്റാ. അയ്യോ സോറി സാർ. അങ്ങനെ നന്നായി വാ. ചേട്ടാ, ഇവമ്മ ഇതെന്താ ഗേറ്റിന് മുമ്പിലും? അല്ല ചേട്ടാ, എൻ്റെ വണ്ടി റെഡിയല്ലേ? വണ്ടിയൊക്കെ റെഡിയായി. മോന് എന്താണ് ഇങ്ങോട്ട് നോക്ക്. മോൻ ആരാടാ? എൻ്റെ മോൻ. അയ്യോ സോറി സാർ, അങ്ങോട്ട് നോക്ക്. അല്ല നീ എന്ത് കേട്ടേനെ? എന്നെ മോനെന്ന് വിളിക്കുന്ന? ഞാൻ പ്രസിഡൻ്റ് ആണ്. ഓ ഗൈസ്, ഇതാ ഇവിടെ നമ്മുടെ വണ്ടി കിടക്കുന്നുണ്ട് ഗൈസ്. ഇതാണ് നമ്മളുടെ വണ്ടി. സാറിന് ഇഷ്ടമുള്ള മതി ചെയ്തോ. ഓക്കെ എടാ ഗോജോയെ കയറ്. ഓക്കെ വേഗം കയറടാ. ബോട്ടിയുടെ പെറുക്കി എന്നാ കീറ്. ഷെഡ് സാറേ, ഞങ്ങളൊക്കെ വരണോ? നിങ്ങളൊന്നും വരണ്ട. ഓക്കെ. അപ്പം നമ്മളിതാ പോവണു. ചേട്ടാ, അതിപ്പോൾ വണ്ടി തിരിക്കാൻ പോലും പറ്റില്ലല്ലോ നിങ്ങൾ മുമ്പിക്കുന്നു. സോറി സാർ. ഓക്കെ, അപ്പം നമുക്ക് നേരെ പോകാം ഗൈസ്. ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പം നമ്മൾ നല്ല സ്പീഡിൽ ഉണ്ട്. അയ്യോ, എന്താണ് താന് എവിടെ നോക്കിയിട്ടാണോ വണ്ടി ഓടിന്? ആരാടാ തൻ്റെ താന്? അയ്യോ, താനൊക്കെ മനുഷ്യനാണോ? മനുഷ്യനാണല്ലോടാ, ജന്തുവാണ്. എന്തേ? അയ്യോ സോറി പ്രസിഡന്റ് സാർ. എൻ്റെ അമ്മൂമ്മയുടെ പ്രസിഡന്റിൻ്റെ പിടിച്ചോ. അയ്യോ പ്രസിഡന്റ് സാർ, സോറി. എൻ്റെ അമ്മൂമ്മയുടെ പ്രസിഡന്റ് എന്താ? അയ്യോ സാറേ, സോറി സോറി. എന്താ സാറേ നിങ്ങൾ ഇങ്ങനെ ചെയ്യണോ? എൻ്റെ അമ്മൂമ്മയാണ് ഇങ്ങനെയുണ്ട്. എൻ്റെ അമ്മൂമ്മേനെ കുറിച്ച് പറയലട്ടോ. അയ്യോ എൻ്റെ ഒരു ഗുണ്ടപ്പ് അല്ലല്ലേ കോച്ചേ? ഇത് കുറച്ച് കൂടുതലല്ലേ? എൻ്റെ ഒരു കൂടുതലൊന്നും പോടാ. ഹേയ്, എന്ത് കഷ്ടല്ലേ ഗൈസ്. അപ്പം നമുക്ക് എന്തായാലും വണ്ടി ഒന്നും ചെയ്യണ്ട. നമ്മളെന്തായാലും പ്രസിഡൻ്റായി, അതായത് ശരിയോ? ഇനിയിപ്പോൾ ഒന്നും ചെയ്യണ്ട.
നമുക്ക് പിന്നെ വയ്യ ഗേൾസ്, നമുക്ക് ഒന്നും അങ്ങോട്ടങ്ങോട്ട് പോവാ ഗൈസ്. എടാ നമുക്കൊരു ബെസ്റ്റ് ഒരു ചോയ്സ് എടുത്തല്ലോ. എന്ത് ചോയ്സ്? ഇവിടെ ബിയർ ഷോപ്പ് ഉണ്ട്. ഒരു ബിയർ അടിച്ച് പോയാൽ അതിൻ്റെ ഒരു ബിയർ ഈ സന്തോഷല്ലേ. ബിയർ അടിക്കാം. കുറച്ച് മതിട്ടോ. കുറച്ച് പിന്നെ ഗായ്സ് ഇവൻ കുറച്ച് പറഞ്ഞിട്ട് കുറച്ച് അധികം അടിച്ചു. എന്ത് കഷ്ടം, എനിക്ക് ഒട്ടും വയ്ക്കുന്നില്ല. എന്താടാ കുറച്ച് പറഞ്ഞ കുറച്ചല്ലേ അതത്. നിന്റെ ഒരു കുറച്ച് മര്യാദയ്ക്ക് പോയിക്കോ. ഞാൻ അതിൻ്റെ അഡിക്റ്റ് ആയിപ്പോ. ഞാൻ ഇതുവരെയായിട്ട് ബിയർ ഉപയോഗിച്ചിട്ടില്ല. എന്നിട്ട് ഇപ്പൊ എന്നെ കുടിപ്പിച്ചു. എന്ത് കേട്ടനെ എന്ത് കാട്ടാനോ ഒന്ന് പോടാ. അയ്യോ ഗൈസ്, നമുക്ക് കൺട്രോൾ കിട്ടില്ല കേട്ടോ. ഇവൻ നമ്മളെ കുടിപ്പിച്ചതാക്കിട്ട് നമുക്ക് കൺട്രോൾ കിട്ടില്ല. എന്താണാവോ നമുക്ക് കാണുന്നതൊക്കെ എല്ലാ പോലെ. അയ്യോ എനിക്ക് ഒരേപോലെ എല്ലാതും കാണണം. അയ്യോ സാറിന് എന്താ പറ്റിയെന്ന് അറിയില്ല. സാറ് നമ്മുടെ വീട്ടിന് മുമ്പ് കൂടെ വയ്ക്കുക. ആ സാറിന് ഇനി വല്ല പോകണ്ടാവും. അയ്യോ സാറേ ഗായ്സ് ഇത് പടിയാണ്. അങ്ങനെ ഒരു വിധത്തിൽ ഞാനങ്ങനെ ഇറങ്ങി. എന്ത് കേട്ടേനെ ഗൈസ്. നമ്മൾക്ക് ബോധം പൊളിപൂല. അതാണ് നമ്മളിപ്പോൾ വണ്ടി ഓടിച്ചിരുന്നത്. എന്ത് സാറേ എന്ത് കുഴപ്പം? നല്ല കുഴപ്പം. അല്ല മറ്റവരൊക്കെ ഇവിടെ സാറിൻ്റെ സംസാരത്തിന് ചെറിയ ഞാൻ ബിയർ അടിച്ചു. ബെസ്റ്റ്. അല്ല അപ്പൊ സാറ് മറ്റൊരൊക്കെ ചോദ്യത്തിന് ഉത്തരം പറയാം. മറ്റൊരു എന്താണ് ഒരു ഡ്യൂട്ടി ഇത്രേ ഉള്ളൂ. ഞങ്ങൾ ഇനി മുതൽ നിൽക്കുള്ളൂ. ഒരു തൽക്കാലത്തിന് വന്ന് എൻ്റെ അമ്മൂമ്മയുടെ തൽക്കാലത്തിന് വരല്. ആരടാ തൽക്കാലത്തിന് വന്ന്? ആരടാ? സോറി സാർ, ഞാൻ ക്ഷമിച്ചു. അല്ലാന്ന് തൻ്റെ ബിയറടിയൊന്നും വേണ്ടട്ടോ. എടാ നീ എന്താടാ നീ എൻ്റെ ചേട്ടനെന്ന് പറയാൻ പറ്റുമോ? ബിയർ അടിച്ചതിന് പറ്റുമോ? ഞാൻ ബിയർ അടിച്ച് എന്താടാ എനിക്ക്? അയ്യോ സോറി. ഇനിയിപ്പോ നമ്മുടെ വീഡിയോ തന്നെ നമുക്ക് നമ്മുടെ ടി വിയിലിട്ട് ഗായ്സ്. അങ്ങനെ നമ്മുടെ വീഡിയോ തന്നെ നമ്മൾ ടി വിയിലിട്ട് മണ്ടനെ പോലെ കാണുക. എന്ത് കേട്ടല്ലോ ഗൈസ്, നമ്മളെ വീഡിയോ നമ്മളെന്നെ ടി വിയിലിട്ട് കാണുക. എന്ത് കേട്ടേനെ ഗൈസ്. ഒരു വീട്ടിലുമില്ല ഗൈസ്. എന്തായാലും നമുക്കൊരു പിടിയല്ല ഗൈസ്. നമുക്കിപ്പോൾ വയ്യ. നല്ല എന്താ ക്ഷീണം പോലെ. ഒരു കിട എനിക്ക് നടക്കും. ഇതാ പറഞ്ഞേക്കോന്ന്. എന്തോട് ഞാൻ തറയിൽ കിടന്ന് ഉറങ്ങണമെന്നാ? തറയിൽ കിടന്ന് ഉറങ്ങിക്കോളാം. എന്താണ് കുഴപ്പമാണൊക്കെ? എന്ത് കേട്ടാണ് ഇവനൊക്കെ നമ്മൾ പറഞ്ഞത് തനി അനുസരിക്കണ കൊടാണ്. നിലത്ത് കിടന്ന് ഉറങ്ങി. എന്ത് കേട്ടാണ്? എൻ്റെ പൊട്ട തല കേട്ടിട്ടല്ലോ. ഒറ്റ നാട് വെച്ചെന്നുണ്ടല്ലോ ഫിലിക്സേ. എന്നെ മൂക്കാൻ വേണ്ടി അടിച്ചു പോകും. പിന്നെ എടാ ഞാൻ തന്നോടൊക്കെ പറഞ്ഞല്ലേ. എന്ത് സാർ ഫിലിക്സിനെ ഒന്ന് അടിക്കടാ. ഫിലിക്സ് എന്താടാ അതിൻ്റെ പോലെ? അയ്യോ അതല്ല അല്ല നീ അങ്ങോട്ട് ഒന്ന് വന്നേ. എടാ അടിക്ക്. എനിക്കറിയാൻ വയ്യ. എന്താ കുഴപ്പം? അറിയാൻ വയ്യാന്ന്. ഞാൻ അടിച്ചോളൂ. ഇന്ന് പിടിച്ചോ എൻ്റെ അപ്പൂപ്പൻ്റെ കുഞ്ഞാപ്പ്. എന്താണ് എന്നെ പറയണത്? ഇങ്ങനെ എന്നെ പറയാൻ പൊന്നെനിക്ക് ദേഷ്യം വന്നിട്ട് നല്ല ദേഷ്യമുണ്ട് ഗായ്സ്. അത് നമുക്ക് വന തീർക്കാം. ബാക്കിയുള്ള ദേഷ്യമൊക്കെ എൻ്റെ വെച്ച് തീർക്കണത്. ഇനി ഞാനല്ല അനിയനല്ല. ആൻ്റെ ഒട്ടിക്കാത്തൊരു അനിയൻ പോടാ. നീ എൻ്റെ ഒന്നിയനോ ഒല്ലല്ലോ അല്ലെങ്കിലും. അയ്യോ എടാ നീ ഇങ്ങനത്തെ ബോധത്തിലൊന്നും ചെയ്യല്ലേ. എനിക്ക് എന്നോട് കൊന്നോട് ദേഷ്യട്ട്. ഇന്നലെ ഇങ്ങനെ തന്നെയാണ്. എന്നാ പിടിച്ചോ. എന്തോടെ ഇങ്ങനൊന്നും ചെയ്യല്ലേ. ഇത് ചെയ്യണ്ട. അയ്യോ വേണ്ട. എന്നാ ഇത് ചെയ്യല്ലേ. എന്ത് തൊട്ട് വേണ്ട. എന്തൊട്ട് വേണ്ടത്? അയ്യോ ഞാൻ പെട്ടു. പിടിച്ചോ എൻ്റെ അമ്മൂമ്മടെ. എന്തുവാടാ
എന്നെ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോടാ? ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാനൊന്നും പാടില്ല കേട്ടോ. ഒറ്റ പോടാ. പിന്നെ ഞാൻ പോവും. ഇനി അമ്മക്ക് അങ്ങനെ മയങ്ങ കഴിച്ചത് മാത്രേ ഉള്ളൂ. നമുക്ക് ഇനി നല്ല ഉറക്കം വരുന്നുണ്ട്. നമുക്ക് മയങ്ങ ഉറക്കമല്ലാതെ പിന്നെ മയങ്ങല്ലേ. നമ്മള് മണ്ടനായി പോയി ഗൈസ്. വീണ്ടും ഞാൻ വേണ്ടോ. ഓ പിന്നെ ഉറങ്ങാം. അപ്പൊ ഗൈസ് നമ്മൾ ഉറങ്ങാൻ നടക്കാം. അപ്പൊ എത്ര നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പൊ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ പുതിയൊരു കിട്ടുകച്ചി വീഡിയോ കാണാൻ ബൈ. ടേക്ക് കെയർ.